ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് സാറ്റർഡേ ഗൈഡൻസ് ആണ്. മെയ് 17 എനർജിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേ ഗൈഡൻസ് എന്താണെന്ന്. മെയ് 17 എനർജി. ഫസ്റ്റ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 1. താങ്ക് യു. സൂത്ത് യുവർ സോൾ. നിങ്ങളുടെ സോൾ, നിങ്ങളുടെ ആത്മാവിന് കുറച്ചും കൂടെ ശാന്തി സമാധാനം കൊണ്ടുതരുന്ന എനർജീസ് ചൂസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ദിവസം പറയുന്നത്. അത് പല രീതിയിലായിരിക്കാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന കളേഴ്സ് ആകാം, നിങ്ങൾ കേൾക്കാനായിട്ട്, നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ എല്ലാം നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി കൊണ്ടുതരുന്ന കാര്യങ്ങളാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിൽ സ്മോക്കി കോഡ്സ് ആണ്. ലെറ്റ് ഇറ്റ് ഗോ. എന്തെങ്കിലുമൊക്കെ ടഫ് സിറ്റുവേഷൻസ്, പാസ്റ്റിലെ എനർജീസ് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഹെൽത്തിനെ, നിങ്ങളുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ടും ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഫിയേഴ്സ്, പേടിയുടെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങൾ ശ്രമിക്കുക. ബാക്കിയുള്ള എനർജീസ് നോക്കാം. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ സാറ്റർഡേ. താങ്ക് യു. ലവേഴ്സിൻ്റെ എനർജി. ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക ഈ ഒരു സമയത്ത് വന്നിട്ട്. പ്രത്യേകിച്ചും പാസ്റ്റിൽ എന്തെങ്കിലും എനർജീസ് ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ബാലൻസ്, ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എനർജി റിലീസ് ചെയ്യാനായിട്ടുണ്ട്, ലെറ്റ് ഗോ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ വേൾഡായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെയും കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഷെയർ ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവിടെ കുറച്ചൊരു വ്യക്തത, ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതും ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറിലും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒത്തിരി ഐഡിയ ഉണ്ടാകാം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. അപ്പോൾ അത് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് എനർജിയിലാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്, അതും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസ്. അപ്പോൾ ഓവറോൾ ഒരു സ്റ്റെബിലിറ്റി, ബാലൻസ് കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു ദിവസം പറയുന്നത്. കുറച്ച് പേർക്ക് സെൽഫ് കെയർ റുട്ടീനിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക, നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുക. നിങ്ങൾ എന്ത് മെൻറ്റാലിറ്റിയിലാണ് ഇരിക്കുന്നത്, ഹെൽത്ത് വൈസ് ആയിരിക്കാം കുറച്ച് പേർക്ക്, അവിടെ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സിൽ ഒത്തിരി ഇമോഷണൽ എനർജി, ഒത്തിരി സ്നേഹം, കമ്പാഷൻ്റെ എനർജി. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ടുള്ള, അബണ്ടൻസ് ആയിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു എനർജി നിങ്ങളുടെ അടുത്തോട്ട് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ വരുന്നുണ്ടാകാം. ഇൻഫർമേഷൻ ആയിരിക്കാം, ഹീലിംഗ് ആയിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ടഫ് സിറ്റുവേഷൻ മറികടക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജിയും ആയിരിക്കാം. ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി, ഒത്തിരി ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള എനർജി കാണുന്നുണ്ട്. ഇൻറ്റ്യൂട്ടീവ്ലി പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു ടൈം പീരീഡാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജസ്, എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. എന്തെങ്കിലും ഡിവൈൻ മെസ്സേജസ്, ഡൗൺലോഡ്സ് വരുന്നതായിരിക്കാം. എന്തെങ്കിലും മറിഞ്ഞിരുന്ന കാര്യങ്ങൾ, ഇല്യൂഷനിലിരുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി, വ്യക്തതയായിരിക്കാം ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ വരുന്നത്. കുറച്ച് പേർക്ക് ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജീസിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റിവിറ്റി വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇൻ്റർനാഷണൽ ട്രാവലായിരിക്കാം. വേൾഡായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി ഈ ഒരു സമയത്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് പേർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ വരുന്നുണ്ടാകാം. അത് നന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ സക്സസ്, ഗ്രോത്ത് കൊണ്ടുതരുന്ന രീതിയിൽ അത് നിങ്ങൾ കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഹീലിംഗ്, ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ സാറ്റർഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത
വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേ ഗൈഡൻസ് എന്താണെന്ന്. മെയ് 17 എനർജി പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് ഫസ്റ്റ് നിങ്ങളുടെ ഗൈഡൻസ് എന്താണ്, പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള ഇന്നത്തെ ഗൈഡൻസ് എന്താണ്. താങ്ക് യു. സൺസ്റ്റോൺ, ടേക്ക് പ്ലഷർ ഇൻ ദ തിങ്സ് യു ഡു. സണ്ണിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് കുറച്ചൊരു പോസിറ്റിവിറ്റിയിൽ നിങ്ങളുടെ എനർജി ഫോക്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഒരു ആത്മസംതൃപ്തി, ഒരു ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഒന്നും ഫോഴ്സ്ഫുള്ളി ചെയ്യാതിരിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ചിലപ്പോൾ ഓവറായിട്ട് നിങ്ങൾ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ ലൈഫ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം. അപ്പോൾ അവിടെയും കുറച്ചൊരു ശ്രദ്ധ കൊടുക്കുക, കുറച്ചൊരു ഫ്ലോയിൽ മുന്നോട്ട് പോകാനായിട്ടും ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ ആ ഒരു ഹീലിങ്ങിലും ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. ബാക്കിൽ വന്നിട്ട് അപ്പറ്റൈറ്റ് ആണ്. ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ആയിരിക്കാം, അതിൽ നിങ്ങൾ കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നുണ്ടാകാം. വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എനർജീസ് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ബാലൻസ് നഷ്ടപ്പെടുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ അതും ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ എന്ത് ചെയ്താലും അവിടെ ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾക്ക് ചുറ്റും ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് ഇന്നത്തെ എനർജീസ് നോക്കാം. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള ഇന്നത്തെ ഓവറോൾ എനർജി എന്താണ്. താങ്ക് യു. ചാരിയറ്റിൻ്റെ എനർജി ഇവിടെയും കുറച്ചൊരു ബാലൻസ് ആണ് കാണിക്കുന്നത്. ചിലപ്പോൾ റിലേഷൻഷിപ്സിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജി കുറച്ചും കൂടെ നർച്ചർ ചെയ്യാനായിട്ട് അവിടെ കുറച്ചൊരു സെൽഫ് കെയർ റുട്ടീൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഇമോഷൻസ് എന്താണ് പറയുന്നത്, ഫീലിങ്സ് എന്താണ് പറയുന്നത്, അതെന്താണെന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇതിലൊത്തിരി ഫോഴ്സിൻ്റെ എനർജിയാണ്, ഒത്തിരി എന്താ പറയുക ഡിറ്റർമിനേഷൻ്റെ, പിടിവാശിയുടെ ഒക്കെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു സമയത്ത് ആവശ്യമുണ്ടോ, അതിലും കുറച്ചൊരു ശ്രദ്ധ കൊടുക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ഇവിടെ 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് പറയുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും, അവിടെ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക. അതും നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ്. അവിടെ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക. അവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബ്ലോക്കേജ് വരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ചിലപ്പോൾ ഒരു ഉറപ്പില്ലാത്തൊരു എനർജി ആയിരിക്കാം, ഒരു വിശ്വാസമില്ലാത്ത എനർജി കൊണ്ടിട്ടായിരിക്കാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാത്തത്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. കുറച്ച് പേർക്കിത് ലവ്, മാരേജ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും. അവിടെ കുറച്ചൊരു ശ്രദ്ധ കൊടുക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് കൗൺസിലിങ്ങിൻ്റെ എനർജി ഹെൽപ്ഫുള്ളായിട്ട് വരുന്നതാണ്. തുറന്ന് സംസാരിക്കുന്നത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെയെല്ലാം കുറച്ചൊരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നിങ്ങളിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ എനർജി, അതുപോലെ തന്നെ 2 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ, ആങ്സൈറ്റിയുടെ എനർജി ആയിരിക്കും. അവിടെ കുറച്ച് പേർക്ക് ഒരു ബാലൻസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് നിങ്ങളുടെ ഫേവറിൽ വരുന്നതായിരിക്കാം. പേടിച്ച പോലെ കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കാതെ എന്തെങ്കിലും പോസിറ്റീവ് രീതിയിൽ കാര്യങ്ങൾ ടേൺ ആകുന്ന ഒരു എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനർജിയിൽ, മണി, ഫിനാൻസ്, വേറെ എന്തെങ്കിലും അസറ്റ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി ചേഞ്ചസ്, മാറ്റങ്ങൾ കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ കൺഫ്യൂഷനിലിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്കൊരു ആൻസർ, ക്ലാരിറ്റി വരുന്നതാണ്. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ കുറച്ച് പേര് കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട്, കുറച്ചും കൂടെ ധൈര്യത്തോടു കൂടി ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് പറയുന്നത് ഹാപ്പിനെസ്, സന്തോഷം, ഹാർട്ട് ചക്ര ഹീലിംഗ്, അതിലെല്ലാം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജീസ് വരുന്നുണ്ടെങ്കിൽ അതിനോട് നോ പറയാനായിട്ട് ശ്രമിക്കുക.
അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇമോഷണലി കുറച്ചൊരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ സാറ്റർഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.